മേരു, നമ്മൾ മേരു എപ്പോഴും ആരാധനാ സമ്പ്രദായങ്ങളിൽ മേരുവിനെ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. മേരു ഒരു ട്രയാങ്കുലർ പാറ്റേൺ ആണ്. മേരുവിനെ നമുക്കിവിടെ ശാക്തേയത്തിൽ മേരു എന്ന് പറഞ്ഞ് മഹാമേരു എന്ന് പറഞ്ഞ് തന്നെ ആരാധിക്കുന്നുണ്ട് അല്ലേ. അത് മേരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ തന്നെയാണ് വിച്ച് റെപ്രസെൻസ് ശിവ. ലിംഗ റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഇത് ഇൻവെർട്ടഡ് ട്രയാങ്കിൾ ആകുമ്പോൾ ശക്തിയായി. ഈ മേരു, ഈ പറയുന്ന മുരുകൻ്റെ കയ്യിലുള്ള വേല്, അതും റെപ്രസെൻറ്റ്, അത് കുണ്ടലിനിയെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിരമിഡ്, ഈജിപ്ഷ്യൻ പിരമിഡ് എനർജി സെൻ്ററാണ്. അതും ഈ മേരു സങ്കല്പത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതൊരു ഡയമെൻഷനാണ്, അത് പ്രാണൻ്റെ ഒരു ഡയമെൻഷനാണ്, ഒരു ജോമെട്രിക്കൽ ഫിഗറാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ 16 കലകൾ, ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം പ്രാണൻ ഓരോ സ്ഥലത്ത് അമൃതകലയില്ലേ സാർ ഉദ്ദേശിച്ചത്? അത് രണ്ടും വ്യത്യാസമാണ്. അത് അമൃതകലയും വിഷകലയും. അതെ, അത് ഈ കലയുടെ അത് ആയോധന മുറയായിട്ട് ബന്ധപ്പെട്ട കലകളാണ്. ഒരിക്കലുമല്ല സാറേ.